ടീ കുടിച്ചിട്ട് വാ. ഞാൻ അപ്പോഴേക്കും ഹോസ്പിറ്റലിലേക്ക് വിളിക്കട്ടെ. കുടിക്കാം. അമ്മയച്ഛനും വേണമെങ്കിൽ വീട്ടിൽ പോയിക്കോ. ഞാനും സച്ചിനും ഇവിടെ ഇരിക്കാം. ഏയ് വേണ്ട മോളെ, വീട്ടിൽ പോയാലും സമാധാനമായിട്ട് ഇരിക്കാൻ പറ്റില്ല. ഞങ്ങളുടെ കാര്യം ഓർത്തിട്ടല്ല, സന്ദീപിന്റെ കാര്യം ഓർത്തിട്ടാ ഞങ്ങൾക്ക് വിഷമം. രാവും പകലും ഇല്ലാതെ ടെൻഷൻ പിടിച്ച ഓട്ടത്തിലവൻ. ഇതൊന്നും അവന് ശീലമില്ലാത്തതല്ലേ. ഗർഭിണിയാവുന്ന സമയത്ത് സർവ്വസാധാരണയായിട്ടുണ്ടാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ എന്നാ ആ സന്ധ്യ ഡോക്ടറും പറഞ്ഞത്. അല്ലെങ്കിൽ ഇവിടെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന തന്നെ നല്ലത്. പെട്ടെന്ന് എന്തേലും ആയാലും അടുത്തെല്ലാവരും ഉണ്ടല്ലോ. ആതിരയുടെ സർജറി 3-4 ദിവസങ്ങളിൽ വേണ്ടിവരുന്ന ഡോക്ടർ പറഞ്ഞത്. ചേച്ചി ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവുന്ന ബ്ലീഡിങ്ങിൽ അവർക്കും കൺഫ്യൂഷൻ ഉണ്ടെന്ന് പറഞ്ഞു. സന്ദീപേ, നീ ഒന്ന് വീട് വരെ പോയിട്ട് വാ. ഇവിടെ ഞങ്ങളൊക്കെ ഉണ്ടല്ലോ. അച്ഛാ, ഞാനിപ്പോൾ ഇവനോട് ഇതേപ്പറ്റി പറഞ്ഞതേ ഉള്ളൂ. ഞാൻ പോകുന്നില്ല അച്ഛാ. ഇവിടെ നിന്ന് മാറിയാ എനിക്ക് സ്വസ്ഥത കിട്ടില്ല. അതാ. മീരെടുത്തിയാ? ഹലോ, അർച്ചന, ചേച്ചി എന്താ എന്താ പറ്റിയേ? ചേട്ടാ, അനുപേട്ടൻ. അനുപേട്ടൻ? അനുപേട്ടൻ എന്ത് പറ്റി? എന്താ പറ്റിയേ? വേണ്ട, അവിടെ കിടക്കും. എന്താ ഇത്? അവിടെ കിടക്കു കുട്ടി. ഞാൻ ഈ മരുന്നൊന്ന് കുത്തിവെച്ചോട്ടെ. കുട്ടി ഒന്ന് കിടന്നേ. കിടക്കും.
അയ്യോ എന്താ കുഞ്ഞിനെ? എന്റെ ദൈവമേ. അയ്യോ മാഷേ, അനുവേട്ടാ. എടുത്തേ, എന്താ പറ്റിയത്? ഒരു ജോലി കൂടെ നിനക്ക് ബാക്കിയുണ്ട്. നിന്റെ മൊബൈലിലേക്ക് ഒരു ഫോട്ടോ ഞാൻ അയച്ചിട്ടുണ്ട്. എന്താ വേണ്ടതെന്ന് ഞാൻ പറയാം. നീ ഇങ്ങനെ കരഞ്ഞ നിനക്ക് വയ്യാതാവുള്ളൂ അതിരെ. അനൂപേന്റെ കാലിനൊരു ഒടിവുണ്ട്. അതെന്തോ സർജറി ചെയ്യാന്നാ ഡോക്ടർ പറഞ്ഞത്. നീ ഇങ്ങനെ കരയാതെ. ഞങ്ങൾ അനൂപേണ്ണോട് സംസാരിച്ചതാ, വേറെ കുഴപ്പമൊന്നുമില്ല. എനിക്ക് അനുവേട്ടനൊന്ന് കാണണം. എന്നെ കൊണ്ടൊന്ന് കാണിക്ക്. ഡോക്ടർ വരട്ടെ, ചോദിച്ചിട്ട് നമുക്ക് പോയി കാണാം. നീ ആദ്യം ഒന്ന് സമാധാനായിട്ടിരിക്കുക. നീ ഇങ്ങനെ കരഞ്ഞ് നിനക്ക് വീണ്ടും വയ്യാതായ അനുവേണ്ണും കൂടി അത് വിഷമാവും. മോളെ, പറയുന്ന ഒന്ന് മനസ്സിലാക്ക. ഹലോ. ഹലോ അർച്ചന, അനൂപിന് എന്താ പറ്റിയത്? സീരിയസ് വല്ലതുമാണോ? അതറിഞ്ഞിട്ടിപ്പൊ നിങ്ങൾക്ക് എന്ത് വേണം? അയ്യോ, എനിക്കല്ല അറിയേണ്ടത്. അച്ഛനാ. ഞാൻ ഫോൺ കൊടുക്കാവേ. ഹലോ മോളെ. അച്ഛാ, അനൂപിന് എന്താ പറ്റിയത്? അത് ഒരു ആക്സിഡന്റ് ആയതാ. എന്നിട്ട് ഇപ്പൊ എങ്ങനെയുണ്ട്? കാലിന് ഒടിവുണ്ടച്ചാ, പിന്നെ നല്ല പരിക്കും പറ്റിയിട്ടുണ്ട്. ആ കാലിൽ തന്നെ ഒരു സർജറി വേണമെന്നാ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ അകത്ത് സർജറി നടന്നുകൊണ്ടിരിക്കുക. ആ, അവിടുത്തെ വിവരങ്ങൾ അപ്പപ്പോ വിളിച്ച് പറയണേ മോളെ. പറയാച്ചാ. അർച്ചന, അനൂപിന് പേടിക്കാൻ മാത്രം കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? നീ വിഷമിക്കണ്ട മോളെ. ഏടത്തി വേഗം അങ്ങ് വരാം. നീ വിഷമിക്കണ്ടെന്നേ, ഏടത്തിയല്ലേ പറയുന്നേ. നീ ഫോൺ വെച്ചേ, എന്നെ കൂടെ വിഷമിപ്പിക്കല്ലേ. പാവം, അവൾക്ക് നല്ല വിഷമമുണ്ടെന്ന് തോന്നുന്നു. അത് പിന്നെ ഉണ്ടാകാതിരിക്കോ? അവളുടെ കൂടപ്പിറപ്പല്ലേ അനൂപ്. അനൂപ് എന്ന് പറഞ്ഞാ അവൾക്ക് ജീവനാ. നന്ദേട്ടൻ വന്നു.
നന്ദേട്ടാ, നമുക്കൊന്ന് ഹോസ്പിറ്റൽ വരെ പോവാം. അവിടെ അനൂപിന്റെ കാലിന്റെ സർജറി നടക്കുക. അവിടെ വിവരം അറിഞ്ഞിട്ട് നമ്മളൊന്നും പോയില്ലെങ്കിൽ മോശമല്ലേ? അതേ നന്ദ, നിങ്ങൾ ഹോസ്പിറ്റൽ വരെ ഒന്ന് പോയിട്ട് വാ. ഈ അത്യാവശ്യ സമയത്ത് എല്ലാവരും അവിടെ ഉണ്ടാവണം. അതിനെപ്പറ്റി ഞാൻ നേരത്തെ ആലോചിച്ചതാ അച്ഛാ. അവന്തിക വരണമെന്നില്ല, ഞാൻ പോയിട്ട് വരാം. ആ, ഞാനും കൂടെ വരാൻ നന്ദേട്ടാ. ഞാനിപ്പോ അങ്ങോട്ട് ചെല്ലാന്ന് അർച്ചനോട് ഫോണിൽ പറഞ്ഞതേ ഉള്ളൂ. അവളും കൂടി വരട്ടടാ. എല്ലാവരെയും കാണുമ്പോൾ അവർക്കൊരാശ്വാസം ആവുമല്ലോ. വാ. ശരി അച്ഛാ. ഹോസ്പിറ്റലിലെ കാര്യങ്ങൾ വലുതും അറിഞ്ഞോ സാർ? അങ്ങോട്ട് ഇറങ്ങാൻ തുടങ്ങുമായിരുന്നു ഞങ്ങൾ. എന്നാ ഞാനും വരാം. ഞാനും അങ്ങോട്ടേക്ക് പോകാൻ ഇറങ്ങിയതാ. എന്നാ നിങ്ങൾ 3 പേരും കൂടി പോയിട്ട് വാ. നന്ദ, മാഷിനെ കുറച്ച് പൈസ ഏൽപ്പിച്ചിട്ട് വേണം വരാൻ. ശരി അച്ഛാ, എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. വാ. സർജറി കഴിഞ്ഞു. 2 മണിക്കൂറിന് ശേഷം റൂമിലേക്ക് മാറ്റാം. ആർക്കെങ്കിലും കാണണമെന്നുണ്ടെങ്കിൽ 1-2 പേർക്ക് കയറി കാണാം. മീരെടുത്തി എടുത്തിന്ന് കുറച്ചേരം അനുവേട്ടൻ്റെ കൂടെ ഇരിക്കുക. അച്ഛനും അമ്മയോ കാണുന്നുണ്ടോ? എനിക്ക് കാണണ്ട. അവരെ ഈ നിലയിൽ എനിക്ക് കാണാൻ പറ്റില്ല മോളെ. എനിക്ക് കാണണ്ട അവനെ. അർച്ചന, താൻ മീരെടുത്തും കൊണ്ട് അനുവേട്ടനെ അടുത്താക്കിട്ടോ. അനുവേട്ടനെ ഒന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുക. എടുത്തി പോ. ചെല്ലുമോളെ. അനുബേട്ട, നിങ്ങളെ കരയണ്ട. മരണം മുന്നിൽ കണ്ടിട്ടാ ഞാനിപ്പോ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നത്. കുറച്ചുനാള് ഇങ്ങനെ ഒറ്റക്കിടപ്പ് കിടക്കേണ്ടി വരും. എങ്കിലും സാരമില്ല. ജീവൻ തിരിച്ചു തന്ന ഈശ്വരന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാനിത് തരണം ചെയ്തോളാം. എന്താ അനുബേട്ട ശരിക്കും സംഭവിച്ചത്? എന്ത് വണ്ടിയാ തട്ടിയത്? എന്നിട്ട് അവര് നിർത്താതെ പോയോ? ആ വണ്ടി നിർത്തിയില്ല. അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും ഓടിക്കൂടി. എന്നിട്ടും അയാൾ നിർത്താതെ പോയി. എനിക്ക് ഈ അപകടത്തില് സംശയമുണ്ട്. സംശയം? എടുത്തേക്ക് എന്ത് സംശയമുള്ളത്? ആ വണ്ടി കുറെ നേരം ഞങ്ങളുടെ പുറകെ തന്നെ ഉണ്ടായിരുന്നു.
മീര പറഞ്ഞത് ശരിയാ. വേഗത വളരെ കുറച്ച് ഞാൻ വണ്ടി ഓടിച്ചിരുന്നത്. എന്നിട്ടും അവർ മുന്നിലേക്ക് കയറിപ്പോയില്ല. ഞാനും അത് ശ്രദ്ധിച്ചിരുന്നു. എന്നിട്ട് ഞങ്ങൾ ചായ കുടിക്കാൻ ഇറങ്ങിയപ്പോൾ ആ വണ്ടി ഞങ്ങളെ പാസ് ചെയ്ത് പോയി. എന്നിട്ട് ചായ കുടിച്ചു കഴിഞ്ഞ് ഞാൻ തിരികെ ബൈക്കിൻ്റെ അടുത്തേക്ക് ക്രോസ് ചെയ്യാൻ പോയ നേരത്താ വണ്ടി വന്നിടിച്ചത്. അതേ വണ്ടി തന്നെയാ ഞാൻ വ്യക്തമായി കണ്ടത്. പോയ വണ്ടി അപ്പൊ തന്നെ തിരികെ വന്നതുകൊണ്ടാ എനിക്ക് സംശയമുണ്ടെന്ന് ഞാൻ പറഞ്ഞത്. അനുവിനിപ്പോൾ എങ്ങനെയുണ്ട്? സർജറി കഴിഞ്ഞു എന്ന് ഡോക്ടർ പറഞ്ഞു. മീരെ അർച്ചനയും കൂടെ കാണാനകത്തേക്ക് കയറി. എന്ത് വണ്ടിയാ തട്ടിയെന്നറിയോ? ഞങ്ങളൊന്നും ചോദിച്ചില്ല. ഇങ്ങനെയുള്ള അപകടങ്ങളൊക്കെ നമ്മൾ പ്രതീക്ഷിക്കാതെ സംഭവിക്കുന്നതല്ലേ. ഇത്രയല്ലേ ഉണ്ടായുള്ളെന്ന് ഓർത്ത് സമാധാനിക്കാം. അതല്ലാതെ മറ്റെന്ത് ചെയ്യാൻ പറ്റും? ജീവൻ തിരിച്ചു കിട്ടിയല്ലോ എന്ന് ആലോചിച്ച് സമാധാനിക്കാം. അത്ര ഇപ്പൊ ചെയ്യാനുള്ളൂ. അല്ല, മാഷം കമലെടുത്തി ഒന്നുകൊണ്ട് വിഷമിക്കണ്ട കേട്ടോ, ഞങ്ങളൊക്കെ ഉണ്ട്. അല്ല, ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് മാറ്റുന്ന കാര്യമൊന്നും ഡോക്ടർ പറഞ്ഞില്ലേ? ഉടനെ മാറ്റുമെന്നാ പറഞ്ഞത്. ഇപ്പോൾ പേടിക്കാൻ മാത്രം ഒന്നും ഇല്ലെന്നുള്ളതാണ് സത്യം. പിന്നെ കുറച്ച് നാൾ നടക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. ഇതൊക്കെ ജീവിതത്തിൻ്റെ ഓരോ ഭാഗമല്ലേ മാഷേ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ തളർന്നു പോകരുത്. എനിക്ക് മനസ്സിലാവും ആതിരയുടെ അനുവിൻ്റെ കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾ വല്ലാതെ തകർന്നിരിക്കുകയാണെന്ന്. ഇങ്ങനെ ചിലത് ഈശ്വരനായിട്ട് തീരുമാനിക്കുമ്പോൾ നമുക്കിതിൽ എന്താ ചെയ്യാൻ പറ്റുക? അങ്ങനെ നമുക്കെന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ഉറപ്പായിട്ടും ചെയ്യണം. ഇവിടെ എന്ത് സഹായം വേണേലും എന്നെ ഒന്ന് കോൾ ചെയ്താൽ മതി. അത് പണമായിട്ടായാലും ആളായിട്ടായാലും ഞാൻ ഉണ്ടാവും കൂടെ. അതിന്റെ ആവശ്യമില്ല എടുത്തി. എടുത്തി പറഞ്ഞ രണ്ട് കാര്യത്തിലും ഇവിടെ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇനി ഉണ്ടായാലും നിങ്ങളുടെ സഹായം വേണ്ട.
അനൂപിനെ കണ്ട വിഷമത്തിൽ അവൾ പറഞ്ഞതാവും. അവന്തിക്ക് അത് കാര്യമായിട്ട് എടുക്കണ്ട. ആതിരെ കണ്ടിരുന്നു? ഞാൻ വരുന്ന വഴിക്ക് കയറി കണ്ടു. ആതിര നല്ല വിഷമത്തിലാ. സഹോദരൻ ഇങ്ങനെ ഒരു അപകടം പറ്റിയത് ഓർക്കുമ്പോൾ വിഷമമുണ്ടാവുമല്ലോ.